സ്റ്റേറ്റ് എക്സ് സർവീസ് ലീഗ് ചെറുപുഴ യൂണിറ്റ് ഓഫീസ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും കുടുംബസംഗമവും നടന്നു. സംസ്ഥാന പ്രസിഡന്റ് റിട്ടയർഡ് ലഫ്റ്റനന്റ് കേണൽ ജയദേവൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് ജോസഫ് മാത്യു അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി പയ്യരട്ട നാരായണൻ പ്രഭാഷണം നടത്തി. താലൂക്ക് പ്രസിഡന്റ് പി വി രവീന്ദ്രൻ, ആർ കെ ദാമോദരൻ, രാധാരാഘവൻ, എ കെ ജോസഫ്, ഫ്രാൻസിസ്, ജോർജ് ജോസഫ് കൊങ്ങാല, ഷൈല ബിജു, പി എം വാസുദേവൻ, എം ജെയിംസ് എന്നിവർ പ്രസംഗിച്ചു. പ്രമുഖ വ്യക്തികളെ ചടങ്ങിൽ ആദരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. ഈ മഹനീയ സദസ്സിന് മുമ്പിൽ ഈ ഒരു പ്രവർത്തനം നിങ്ങൾ നടത്തിയ ഈ പ്രവർത്തനത്തിന് വാക്കുകൾ കൊണ്ട് പറയാൻ പറ്റുന്നതല്ല. അതിലും ഗംഭീരമായിട്ടാണ് ഈ സദസ്സ് എന്നിവിടെ സദസ്സും ഈ യൂണിറ്റ് ഇവിടെ ചെയ്തിരിക്കുന്ന സംഘടന. ഇത്രയും നല്ലൊരു ബിൽഡിംഗ് ഞാൻ കേരളത്തിലെ പല സ്ഥലങ്ങളിലും ഇത്രയും നല്ലൊരു ബിൽഡിംഗ്, ഇത്രയും സൗകര്യങ്ങളോടുകൂടിയുള്ള ഒരു ബിൽഡിംഗ് കേരള സ്റ്റേറ്റ് പ്രൈമറി യൂണിറ്റ് ഉണ്ടാക്കി എന്നതിൽ ഞാൻ വളരെയധികം ഞാൻ തന്നെ അഭിനന്ദിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അഭിനന്ദനം. കാരണം ഇതിന് 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് വേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മൾ പറയുന്നത് 3D എന്ന് പറയുന്നത് 3D എന്ന് പറഞ്ഞാൽ എൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഒന്ന് ആദ്യം ഡിസിഷൻ, പ്രോപ്പർ ഡിസിഷൻ ഫസ്റ്റ്. ദെൻ അതിനുശേഷം നമുക്ക് വേണ്ടത് അത് ചെയ്യാൻ ഡിറ്റർമിനേഷൻ വേണം. ചെയ്യണം എന്നുള്ള തീരുമാനം മനസ്സിൽ ഇറ്റാസ്റ്റിഫിക്കേഷൻ വേണം. എപ്പോഴും പറഞ്ഞ മാതിരി നത്തിങ് ഈസ് ഇമ്പോസിബിൾ, ഇറ്റ് ഈസ് ഇമ്പോസിബിൾ, ഇറ്റ് ഹാസ് ടു ബി ഡൺ. അതേപോലെ തന്നെ അതിനുശേഷം നമ്മുടെ ഡെഡിക്കേഷൻ ആവശ്യം. ആ ഡെഡിക്കേഷന്റെ ഫലമാണ് ഇന്നിവിടെ ഒരു നല്ല രീതിയിലൂടെ ഈ ബിൽഡിംഗ് സ്ഥാപിക്കാനുള്ള സാധനം. കാരണം ഈ പ്രവർത്തനത്തിൽ ഈ 3 കാര്യങ്ങളും ഈ യൂണിറ്റ് പ്രവർത്തിച്ചതിന്റെ ഫലമായാണ് ഇന്ന് ഈ ഒരു ബിൽഡിങ്ങും അതിന്റെ കൂടെ കുടുംബസംഗമവും ചേരാനുള്ള അവസരം ഉണ്ടായി. ഒരിക്കൽ കൂടി ചെറുപുഴ യൂണിറ്റിനെ എൻ്റെ ഹൃദയം നിറഞ്ഞയും എൻ്റെയും ഈ സംഘടനയുടെ പേരിൽ ഞാൻ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഈ ഉദ്ഘാടനം എൻ്റെ ക്ഷണിച്ചതിൽ ഞാൻ നിങ്ങളോട് നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇത് കുറച്ച് ഞാൻ എൻ്റെ ഒരു സ്റ്റേറ്റ് പ്രസിഡന്റ് നിലയ്ക്ക് സംഘടനാ പ്രവർത്തനത്തിലേക്ക് കിടക്കാം. എനിക്ക് തന്നിരിക്കുന്ന ഒരു പ്രധാന പ്രസിഡന്റ്, നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് പറഞ്ഞതുമായി ഞാൻ പറയേണ്ട കാര്യങ്ങളും പലതും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നതിലേക്ക് സംഘടനാ പ്രവർത്തനത്തെ പറ്റിയൊക്കെ എല്ലാവരും ഉത്തരവാദിത്വത്തോടുകൂടി പ്രവർത്തിച്ചാൽ മാത്രമേ നമ്മുടെ സംഘടന മുമ്പോട്ട് പോവുകയുള്ളൂ എന്നുള്ളതാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. അത് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ലെങ്കിലും ഒരു 1-2 കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത്. എന്നെ ഇവിടെ ഈ സദസ്സിൽ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ പ്രധാനപ്പെട്ട നമ്മൾ ഫേസ് ചെയ്യുന്ന സംഗതിയാണ് DCHS. അറിയാം, DCHS നമ്മുടെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ്. പ്രത്യേകിച്ചും കേരളത്തിലെ വടക്കൻ ജില്ലകളിൽ. കോഴിക്കോട് സമരം നടത്തിയിരുന്ന നമ്മൾ DCHS മുമ്പിൽ, അതേപോലെ കണ്ണൂരിലും ശ്രീ മത്സരാജന്റെ ഡിസ്ട്രിക്ട് പ്രസിഡന്റ് ശ്രീ മത്സരാജന്റെ നേതൃത്വത്തിലും മറ്റു സംഘടന നേതൃത്വത്തിലും ഒരു സമരം നടത്തിയിരുന്നു. അതുകൊണ്ട് നമുക്കൊരു ഫലപ്രദമായ ഒരു റിസൾട്ട് നമുക്ക് ഉണ്ടായിട്ടില്ല. ഞാൻ 3 പ്രാവശ്യം നമ്മുടെ റീജിയണൽ ഡയറക്ടർ കൊണ്ടോർ ജയപാൽ പക്ഷേ പേര് അറിയില്ല, കൊണ്ടോടെ ജയഗോപാലിനെ സമീപിച്ചിരുന്നു. അദ്ദേഹവും പറയാൻ നിന്നാൽ നിസ്സഹായ സ്ഥിതിയാണ് അദ്ദേഹത്തിൻ്റെയും. കഴിവിന്റെ പരമാവധി നമ്മൾ ശ്രമിക്കുന്നുണ്ട്. ഒരു എന്താ പറയാ ഫ്രൂട്ട്ഫുൾ റിസൾട്ട്സ് നമുക്ക് ലഭിച്ചിട്ടില്ല. എങ്കിലും ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഈ 25-ാം തീയതി ISL മീറ്റിംഗ് നടക്കാൻ പോവുകയാണ്. എക്സിക്യൂട്ടീവ് കൗൺസിൽ മീറ്റിംഗ് നടക്കാൻ പോവുകയാണ്. അതിൽ ഞാൻ പങ്കെടുക്കുകയാണെങ്കിൽ എൻ്റെ പോയിന്റ് ഞാൻ അവിടെ അവതരിപ്പിക്കുന്നതാണ്. കഴിഞ്ഞ മീറ്റിംഗിൽ ഞങ്ങൾ അവതരിപ്പിച്ചതാണ്. കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം നമ്മൾ അനുഭവപ്പെടുന്നത് DCHSന്റെ കുറവാണ്. സഫിഷ്യന്റ് ഹോസ്പിറ്റൽസ് ഇല്ലാത്തതുകൊണ്ട്, എംപാനൽ ഹോസ്പിറ്റൽ ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ സമൂഹം അനുഭവിക്കുന്ന ഏറ്റവും വലിയ കഷ്ടത എല്ലാവർക്കും അറിയുന്ന സംഗതി തന്നെയാണ്. അതേപോലെ തന്നെ പല സ്ഥലങ്ങളിലും പോളിക്ലിനിക് തുടങ്ങാൻ വേണ്ടി നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ മലയോര പ്രദേശങ്ങളിൽ. കാരണം ഇവിടെ നിന്നും ഈ സ്ഥലങ്ങളിൽ നിന്നും ടൗൺ ഏരിയയിലേക്ക് എത്തിപ്പെടാന്ന് പറഞ്ഞാൽ തന്നെ വലിയ ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളാണ്. അപ്പൊ എൻ്റെ ഒരു സ്ഥിതി, ഞാൻ ചെയ്യുന്ന സ്ഥലം 72 കിലോമീറ്ററാണ് കോഴിക്കോട് പോളിക്ലിനിക് എൻ്റെ വീട്ടിലേക്ക് ഉള്ളത്. 72 കിലോമീറ്റർ എൻ്റെ വീട്ടിൽ നിന്നും പോളിക്ലിനിക്, കോഴിക്കോട് പോളിക്ലിനിക്.